സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകും. കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകാനുള്ള ക്ഷണം ലഭിച്ചിരിക്കുന്നു. പുറപ്പെട്ടിട്ടുണ്ടോ സുരേഷ് ഗോപി? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ് ഗോപി അല്പസമയത്തിന് മുൻപെയാണ് ശാസ്തമംഗലത്തെ തന്റെ ലക്ഷ്മി എന്ന വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. ഇപ്പോൾ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് സുരേഷ് ഗോപി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ എടുക്കാൻ ശ്രമിച്ചെങ്കിലും ദില്ലിയിൽ നിന്ന് കോൾ വന്നു, അതിനാൽ പുറപ്പെടുന്നു എന്ന് മാത്രമാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. എയർപോർട്ടിൽ വെച്ച് കൂടുതൽ പ്രതികരണം ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുകയാണ്. എന്തായാലും മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇതോടുകൂടി ഏറുന്നത്. ഇതിന് മുൻപ് വരെ തനിക്ക് മന്ത്രിസ്ഥാനത്തോട് താല്പര്യമില്ല, സിനിമയിൽ അഭിനയിക്കണം എന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തോട് ഒരു അതൃപ്തി സുരേഷ് ഗോപി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡൽഹിയിൽ നിന്ന് ഈ കോൾ വന്നതോടുകൂടി ഇപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. അതിനാൽ തന്നെ ഒരുപക്ഷെ ഈ സർക്കാരിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് ഉണ്ടാകും എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്, നമുക്ക് പറയാൻ പറ്റുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഉടൻ ഡൽഹിയിലേക്ക് എത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ചാണ് സുരേഷ് ഗോപിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുന്നത്. ഉടൻ തന്നെ എത്താൻ ഈ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായി സുരേഷ് ഗോപി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാര്യ രാധികയ്ക്ക് ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്കും അവിടെ നിന്നും കണക്ടിംഗ് ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്കും പോകാനായിരിക്കും സുരേഷ് ഗോപിയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. മക്കളടക്കം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകും എന്ന ഒരു വിവരവും നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാ അംഗമാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തി കേന്ദ്ര മന്ത്രിസഭയിൽ വേണമെന്നതായിരുന്നു കേന്ദ്ര നേതൃത്വം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിലടക്കം എല്ലാവരും തന്നെ അത്തരത്തിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തും, ആ ഒരു പദവിയിലേക്ക് എത്തും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ പെട്ടെന്നാണ്, പൊടുന്നനെയാണ് അത്തരത്തിലൊരു അതൃപ്തി സുരേഷ് ഗോപി അറിയിക്കുന്നത്. തനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഇപ്പോൾ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. 3 സിനിമകൾക്കുള്ള പ്രോജക്റ്റാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് പൂർത്തിയാക്കണം. കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് സിനിമയാണ് പ്രധാനം എന്നൊരു കാര്യമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്താണ് നേരിട്ട് തന്നെ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ തന്നെ കരാർ ഒപ്പിട്ട 4 സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. ക്യാബിനറ്റ് റാങ്കിൽ ചുമതല ഏറ്റുകഴിഞ്ഞാൽ ഒരുപക്ഷെ സിനിമകൾ മുടങ്ങുമെന്ന് BJP കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി ഇതിനാൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം ഒരുപക്ഷെ കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാം എന്ന് സുരേഷ് ഗോപി കേന്ദ്രത്തെ അറിയിച്ചു എന്നൊരു വാർത്തയും നമുക്ക് ലഭ്യമായിരുന്നു. എന്നാൽ അപ്പോൾ അവസാന നിമിഷമാണ് പ്രധാനമന്ത്രിയുടെ ഫോൺ കോൾ സുരേഷ് ഗോപിയെ തേടിയെത്തുന്നത്. ഉടൻ ഡൽഹിയിൽ എത്തണം എന്ന ഒരു കോളാണ് സുരേഷ് ഗോപിയെ തേടിയെത്തിയത്. അതിനുശേഷം ഉടനടി തന്നെ സുരേഷ് ഗോപി തന്റെ വീട്ടിൽ നിന്നും പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്.